ജൂലൈ മാസം 17-ാം തീയതി ക്രിസ്തുവർഷം 2024. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ഏവർക്കും ക്രിസ്തു യേശുവിൽ കൃപയും സമാധാനവും നേരുന്നു. ഇന്നത്തെ ദൈവവചന വായന 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. തിരുവചന വായന 1 കൊരിന്ത്യർ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ നമുക്ക് ദൈവവചനം പഠിക്കാം. സ്വർഗ്ഗസ്ഥപിതാവായ ദൈവമേ, അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ഞങ്ങളെ കൂട്ടിവരുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കൊരിന്ത്യർക്ക് കൃപ ലഭിച്ചു, അവരെ സൂക്ഷിച്ചു പരിപാലിച്ചു. അടിയങ്ങളെയും അതേപോലെ തന്നെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന കൃപയിൽ വളർത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൽ വചനം ഞങ്ങൾ പഠിക്കുമ്പോൾ, ദൈവവചനം ഞങ്ങൾ പഠിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചനം നാം വായിക്കുമ്പോൾ അതിൽ സത്യം എവിടെയാണ് നിലനിൽക്കുന്നത്? അത് ദൈവവചനത്തിലോ അതിൻ്റെ വ്യാഖ്യാനത്തിലോ? എഴുതപ്പെട്ട വചനത്തിലോ അഥവാ ഈ എഴുതപ്പെട്ട വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലാണോ സത്യം നിലനിൽക്കുന്നത്? എവിടെയാണ് സത്യം? ദൈവവചനത്തിലാണ് സത്യം നിലനിൽക്കുന്നത്, അതിൻ്റെ വ്യാഖ്യാനത്തിലല്ല. കാരണം ഓരോ വ്യക്തികളും അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ 66 പുസ്തകങ്ങളിലൂടെ നമുക്ക് ലഭിച്ച ദൈവവചനം അത് ഒന്നെടുത്താലും എല്ലാം എടുത്താലും തമ്മിൽ ഒരുമയുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരേ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ ആയതുകൊണ്ട്, ഇത് സത്യം ആയതുകൊണ്ട് എന്ത് എവിടെ പറഞ്ഞാലും അത് മറ്റുള്ള ഭാഗങ്ങളോട് യോജിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കൂടി യോജിപ്പിച്ച് ത്തിനോട് യോജിക്കുന്നതും എല്ലാം ഒന്നിനോട് യോജിക്കുന്നതുമായ നിലവാരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു പ്രവൃത്തി. അത് മനുഷ്യന് അസാധ്യമാണ്. അതുകൊണ്ട് ദൈവവചനത്തിലാണ് സത്യം നിലനിൽക്കുന്നത്, അതിൻ്റെ വ്യാഖ്യാനത്തിലല്ല. ഇത് പറയാൻ കാരണം ഒരു നല്ല ശതമാനം ഇന്നത്തെ നാമധേയ ക്രൈസ്തവ സഭകൾ സത്യത്തെ വിട്ട്, ദൈവവചനത്തെ വിട്ട് വ്യാഖ്യാനങ്ങളിൽ അവരുടെ അടിസ്ഥാനമിട്ടിരിക്കുകയാണ്. അത് മണ്ണിൽ വീട് പണിത ഭോഷനായ മനുഷ്യന് തുല്യമാണ്. അതുകൊണ്ട് നാം ഇത് വായിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ദൈവവചനമാണ് സത്യം എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതിപ്പോൾ ഞാൻ വ്യാഖ്യാനിച്ചാലും ആര് വ്യാഖ്യാനിച്ചാലും അത് തെറ്റാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവവചനം, ദൈവം സത്യമാണ്, ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ഈ വചനത്തിലാണ്. അതിൻ്റെ പരിഭാഷ പോലും അത് പലപ്പോഴും അവരുടെ സഭകളുടെ ആവശ്യങ്ങളനുസരിച്ച്
അവരുടെ സിദ്ധാന്തങ്ങളനുസരിച്ച് അവരുടെ സഭ നടത്തുന്നവരുടെ നന്മയ്ക്കായിട്ട് അത് വ്യാഖ്യാനിക്കുന്ന നമുക്ക് കാണാം. ലോകപ്രസിദ്ധമായ പല പരിഭാഷകളും സർവ്വസാധാരണമായിട്ട് നാം സഭകളിൽ, പ്രത്യേകിച്ച് യാഥാസ്ഥിക സഭകളിൽ ഉപയോഗിക്കുന്ന ബൈബിൾ അതിൻ്റെ പരിഭാഷകൾ തന്നെ പലപ്പോഴും അവരുടെ സിദ്ധാന്തങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ അതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നു, അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരും ഞാനും ദൈവവചനം വായിക്കാനും അതിലെ സത്യങ്ങൾ മനസ്സിലാക്കാനും അത് മറ്റുള്ള വചനങ്ങളോടും മറ്റുള്ള വെളിപാടുകളോടും നാം താരതമ്യപ്പെടുത്തി പഠിച്ച് അതിൽ നിന്ന് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്ലാനും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മരണവും അത് സുവിശേഷം എന്നതെന്ന് മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് നാം മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആമുഖമായിട്ട് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നാം പഠിച്ചു വരുന്ന വിഷയം, ആരാണ് ആത്മീയൻ? ആത്മീയന് മറുവശം നിൽക്കുന്നത് പ്രാകൃത മനുഷ്യനാണ്. അവന് പ്രാകൃത ശരീരമുള്ളവനാണ്. അവൻ ആദാമിലുള്ളവനാണ്. അവൻ പ്രാകൃതൻ തന്നെ എന്ന് വേദപുസ്തകം അവനെക്കുറിച്ച് പറയുകയാണ്. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ 1 കൊറിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും 11-ാം വാക്യവും 14-ാം വാക്യവും നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. പ്രാകൃത മനുഷ്യനോ അവന് ആത്മീയ കാര്യങ്ങളുടെ യാതൊരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. ദൈവം ആത്മാവാകുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട വിഷയം തന്നെ. അതിൻ്റെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന് 44-ാം വാക്യം പ്രാകൃത ശരീരമുള്ളവനാണ്. അപ്പോൾ പ്രാകൃത മനുഷ്യൻ, പ്രാകൃത ശരീരമുള്ളവൻ, 1 കൊരിന്ത്യർ 15-ാം 46-ാം വാക്യം അവൻ ആദാമിൽ ജനിച്ചതുകൊണ്ട് അവൻ പ്രാകൃതനാണ്. നമുക്കറിയാം, ആദാം പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെട്ടവനും അവൻ ദൈവസാന്നിധ്യത്തിൽ നിന്നും ഏതാണ്ട് തുടർന്ന് പുറത്താക്കപ്പെട്ടവനുമാണ്. അവൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുന്നത്, അവനെക്കുറിച്ച് പറയുന്നത്, ആദാമിനെക്കുറിച്ച് പറയുന്നത് അവൻ പ്രാകൃതമാണ്. എന്നാൽ ഒടുക്കത്തെ അവസാനത്തെ ആദാമായ കർത്താവ് യേശു അവൻ ആത്മാവാണ്, ജീവൻ നൽകുന്നവനാണ്. അതുകൊണ്ട് ഈ പ്രാകൃതനിൽ നിന്ന് ആത്മീയനായാൽ മാത്രമേ, ആദാമിൽ നിന്ന് ക്രിസ്തുവിൽ ആയാൽ മാത്രമേ നമുക്ക് ജീവൻ ലഭിക്കുകയുള്ളൂ, നിത്യജീവൻ ലഭിക്കുകയുള്ളൂ, നമ്മൾ സ്വർഗത്തിന് അവകാശികളായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ രക്ഷ എന്നുള്ളത്, ആത്മീയ രക്ഷ എന്നുള്ളത്, പാപക്ഷമ എന്നുള്ളത്, അത് വളരെ വിപുലമായ ഒരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ആദാമിൽ നിന്ന് ക്രിസ്തുവിലാകണം. പ്രാകൃതനിൽ നിന്ന് ആത്മാവായ കർത്താവായ യേശു ക്രിസ്തു ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് നാം രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ അത് പ്രാകൃതമായ ജ്ഞാനമാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനമുണ്ട്. നമ്മൾ ഈ ക്ലാസ് തുടരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഈ ലൗകികമായ മനുഷ്യൻ്റെ ഈ ലോകത്തിൻ്റെ ജ്ഞാനം എന്താണ് എന്നുള്ളത് നമ്മളല്പം പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രാകൃത മനുഷ്യന് പ്രാകൃതമായ ജ്ഞാനമുണ്ട്. അതുമാത്രമല്ല, യൂദയുടെ ലേഖനത്തിൽ അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നൽകി. ആരാണ് പ്രാകൃതൻ? ആത്മാവില്ലാത്തവൻ, പരിശുദ്ധാത്മാവില്ലാത്തവൻ, അവനാണ് പ്രാകൃത മനുഷ്യനെന്ന് നമുക്ക് വ്യക്തമായിട്ട് യൂദയുടെ ലേഖനത്തിൻ്റെ 19-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്കറിയാം, യൂദയുടെ ലേഖനത്തിൽ ഒരു അധ്യായമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ 19-ാം വാക്യം, 1-ാം അധ്യായം 19-ാം വാക്യം എന്ന് പറയാത്തതിൻ്റെ കാരണം അതാണ്. അത് ഒരു അധ്യായമേ ഉള്ളൂ. എൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് അപ്രാകൃതർ, ആത്മാവില്ലാത്തവർ, പ്രത്യേകിച്ച് ഇത് ദുരുപദേശക്കാരെക്കുറിച്ചും അന്ത്യകാലത്ത് വരാനുള്ള ദുരുപദേശക്കാരെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അവർ പ്രാകൃതരാണ്, ആത്മാവില്ലാത്തവരാണ്. എന്നാൽ ആത്മീയ മനുഷ്യൻ ആരാണെന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആത്മാവ് ഉള്ളവൻ, പരിശുദ്ധാത്മാവ് ഉള്ളവൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ, അവന് ലഭിച്ചവൻ എന്നെല്ലാം അത് പരിഭാഷപ്പെടുത്താവുന്നതാണ്. അതിന് ലംബാനോ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഹു വാസ് റിസീവ്ഡ്, അവൻ പ്രാപിച്ചവരാണ്.
നമുക്ക് ദൈവം നൽകുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ അത് ലഭിച്ചവരാണ് ആത്മീയ മനുഷ്യൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കൊറിന്ത്യയിലെ വിശ്വാസികൾ പൗലോസ് അപ്പോസ്തലൻ ഈ എഴുത്ത് എഴുതി അത് ലഭിച്ച കൊറിന്ത്യയിലെ വിശ്വാസികൾ അവർ ആത്മീയരായിരുന്നുവോ, അവർക്ക് ആത്മാവ് ഉള്ളവരായിരുന്നുവോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം അവർ ആത്മീയരാണ്. അവർക്ക് എഴുതുമ്പോൾ എനിക്ക് ആത്മീയനെ പോലെ നിങ്ങളോട് എഴുതാൻ സാധിക്കുന്നില്ല, കാരണം നിങ്ങൾ ജഡികരെ പോലെ പ്രാകൃത മനുഷ്യനെ പോലെയല്ല ജീവിക്കുന്നത്. കാരണം നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും യോജിപ്പുള്ളവരല്ല. അപ്പം അതുകൊണ്ട് ഇവർ ആത്മീയരാണോ? എന്നാൽ ആത്മീയർ എങ്ങനെ ജീവിക്കണം, അവരുടെ ആത്മീയ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ് വിഷയമെന്ന് നാം മനസ്സിലാക്കുന്നില്ല എങ്കിൽ വളരെ ദുഷ്കരമായ അസത്യത്തിലേക്കും വഞ്ചനയിലേക്കും നമുക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഉറപ്പ് വരുത്താം, ഈ കൊറിന്ത്യയിലുള്ള വിശ്വാസികൾ അവർ ആത്മീയരായിരുന്നു എന്നുള്ളത്. 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനമാണത്. അപ്പോൾ അവരെ സംബോധന ചെയ്ത് എഴുതുമ്പോൾ അവിടെ 12-ാം വാക്യത്തിൽ പറയുക, നാമോ ഞാനും നിങ്ങളും ആവുന്ന നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ലോകത്തിൽ നിന്നുള്ള ആത്മാവിനെ ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ ലോകത്തിൻ്റെ ആത്മാവ്, ലോകത്തിൻ്റെ ജ്ഞാനം, ലോകത്തിൻ്റെ മനുഷ്യർ, അതിനപ്പുറമായിട്ട് ദൈവം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ക്രിസ്തു, ദൈവത്തിൻ്റെ ആത്മാവ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നൽകിയത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത് എന്ന്. ഈ കൊറിന്ത്യർ അത് ലഭിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് അവർ ആത്മീയർ എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ ആത്മീയ ജീവിതം, ഒരു ആത്മീയനായിത്തീരുന്നതും ആത്മീയനായിട്ട് ജീവിക്കുന്നതും വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ 15-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിലും അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം. കൊരിന്ത്യയിലെ 15-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നതുവല്ലോ, ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവായി. അതുകൊണ്ട് ഈ ആത്മാവിനെ നമുക്ക് ലഭിക്കുവാൻ അത് യേശു ക്രിസ്തുവായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഈ അവസാനത്തെ ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി. അതുകൊണ്ടാണ് അവനെക്കുറിച്ചുള്ള ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും, അതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്നവർക്ക് ആണ് ഈ യേശു ക്രിസ്തുവിൽ ആത്മാവായ ആത്മീയനായ ജീവിപ്പിക്കുന്ന ആത്മാവായ ആദാമിൽ, ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് നമ്മൾ ആത്മീയരായി തീരുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ട വിഷയം. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ, അത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എല്ലാ വാക്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല, ചിലത് നിങ്ങളുടെ എൻ്റെയും ഓർമ്മയ്ക്കായിട്ട് ഞാൻ വായിക്കുകയാണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അതിൻ്റെ 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം അതിപ്രകാരമാണ്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി, അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു.
പഴയ നിയമ ന്യായപ്രമാണത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പറയുകയാണ്, ആത്മാവാണ് ജീവിപ്പിക്കുന്നത്, ന്യായപ്രമാണം അല്ല. ജീവൻ നൽകുന്നത് യേശുക്രിസ്തുവാണ്. അവൻ ആത്മാവാണ്. അവൻ്റെ ഈ ഈ ഈ ആത്മാവാകുന്നു നമുക്ക് ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരുവൻ എങ്ങനെ ആത്മീയനാകുന്നു? അതിൽ അപ്പസ്തോലന്മാരുടെ സുവിശേഷം, അവരുടെ പ്രസംഗം, അവർ നമുക്ക് ആത്മാവിൽ ദൈവശക്തിയിൽ പകർന്നു തന്ന ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ, ഇവയാണ് ഒരു വ്യക്തിയെ ആത്മീയനാക്കുന്നത്. ഒരു ആത്മാവ് ഉള്ളവൻ അവൻ ജീവനുള്ളവനും ദൈവത്തിൻ്റെ മക്കളും ആകുന്നു. 1 കൊരിന്ത്യ ലേഖനം എഴുതുന്ന ഈ കൊരിന്ത്യ ലേഖനത്തിലെ വ്യക്തികൾക്ക് ഇതുള്ളവരായിരുന്നു, ഒരു ആത്മീയരായിരുന്നു, ജീവനുള്ളവരായിരുന്നു എന്ന് ഓർത്തിരിക്കേണ്ടത്. ഗലാത്യ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ വേറൊരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും അത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം. ന്യായപ്രമാണവും അതിൻ്റെ 2-ാം വാക്യത്തിൽ അവിടെ നമ്മുടെ ആരംഭം എവിടെ നിന്നാണ്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു? ദൈവത്തിൽ നിന്ന് ആരംഭിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആരംഭിക്കണം, ക്രിസ്തുവിൽ ആരംഭിക്കണം, ക്രൂശിൽ ആരംഭിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇവിടെ 3-ാം അധ്യായത്തിൻ്റെ ഗലാത്യൻ്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ അവരോട് എഴുതുക, ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ട് ആണ്. അത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും അത് പകരക്കാരനായിട്ട് യാഗമായി തീരുന്നതാണ് എന്നും അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും ഇതാണ് പരമപ്രധാനമായ വിഷയം. അങ്ങനെയാണ് ആത്മാവിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63-ാം വാക്യം. യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 6-ാം അധ്യായം വളരെ ദുരുപദേശങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു അധ്യായമാണ്. ദൈവം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എങ്കിലും മതക്കാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ സമ്പ്രദായങ്ങൾ, വ്യവസ്ഥകൾ, അവരുടെ സ്വതാല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി 6-ാം അധ്യായം, യോഹന്നാൻ 6-ാം അധ്യായം അത് വളരെ ദുരുപയോഗം ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശിക്ഷാവിധിയും 1 കൊരിന്ത്യ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് അത് അയോഗ്യമായി ചെയ്യുന്നവർ അവരുടെ ശിക്ഷാവിധിയും ഈ 1 കൊരിന്ത്യ 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 63-ാം വാക്യത്തിൽ നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യമാണ് ഇവിടെ ഞാൻ വായിക്കാൻ പോകുന്നത്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 63-ാം വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63-ാം വാക്യം അത് പ്രകാരമാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. അതുകൊണ്ട് നമുക്ക് ജീവൻ ലഭിക്കാൻ സാധ്യമാക്കുന്നത് ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. അവനാണ് നമുക്ക് ജീവൻ നൽകുന്നത്. അതിനുവേണ്ടി യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ നാം വിശ്വസിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. അതിന് നമ്മൾ റീജനറേഷൻ എന്നോ വീണ്ടും ജനനമെന്നോ എല്ലാം നാം പറയും. എന്നാൽ അതോടുകൂടി തന്നെ ആ സമയത്ത്, ആ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നീതീകരണം, വിശദീകരണം, വീണ്ടെടുപ്പ്, നമ്മുടെ ജ്ഞാനം എല്ലാം കർത്താവായ യേശുക്രിസ്തു ആയിത്തീരുകയാണ്.
അത് നമുക്ക് തുടർന്നുള്ള വായനകളിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഈ ചില വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ കൊറിന്ത്യയിലെ വിശ്വാസികൾ അവർ ആത്മീയർ ആയിരുന്നു, എന്നാൽ ആത്മീയ ജീവിതം ജഡികന്മാർ പോലെ ആയിരുന്നു എന്നുള്ളതും അത് വസ്തുതയാണ്. അതുകൊണ്ട് ആത്മീയമായി ജീവിക്കണമെങ്കിൽ അത് വീണ്ടും നാം ദൈവവചനത്തിലേക്ക് പോകേണ്ടത് ആവശ്യമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വീണ്ടും അവർക്ക് എഴുതുകയും ആത്മീയരായ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകേണ്ടതെന്നും അവരെ പഠിപ്പിക്കുവാൻ തക്കോണം. അത് ഒരു വിധത്തിൽ നമുക്കും അത് ഗുണകരമായി. ഈ ലേഖനം വായിച്ച് നമുക്ക് ആത്മീയരായിട്ട് ജീവിക്കാൻ, ആത്മീയരാകാനും ആത്മീയരായിട്ട് ജീവിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കും. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഒരു ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ആത്മീയൻ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിലും അവൻ്റെ പരമയാഗത്തിലും അത് പാപപരിഹാരമായിരുന്നുവെന്നും അതൊരു ബലിയായിരുന്നു എന്നും അവനത് സാധിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നും നാം വിശ്വസിക്കുമ്പോൾ നമ്മൾ ആത്മീയരായി തീരുകയാണ്. എന്നാൽ ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കണം? ഈ ആത്മാവിൽ നാം ജീവിക്കണം. ആത്മാവിനാൽ ജീവിക്കണം. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. അതുപോലെ തന്നെ അതിൻ്റെ 16-ാം വാക്യത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അതുകൊണ്ട് ഇറ്റ് ലിവ് ബൈ ദി ഹോളി സ്പിരിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. ആത്മാവിനാൽ ജീവിക്കണം. ആത്മാവിനെ അനുസരിച്ച് നാം നടക്കണം. അതുപോലെ തന്നെ അതിൻ്റെ 18-ാം വാക്യത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, അപ്പോൾ ഞാൻ 5-ാം അധ്യായമാണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഗലാത്യ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതിയ അത് ലേഖനമാണ്. അതുകൊണ്ട് ഗലാത്യൻ 5-ാം അധ്യായത്തിൻ്റെ 16, 18, 25. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓർമ്മയനുസരിച്ച് അത് സെർച്ച് ചെയ്തെടുത്തപ്പോൾ അത് 25, 16, 18 ആയിപ്പോയതാണ്. എന്നാൽ അതിൻ്റെ 16 വായിക്കുകയാണെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഗലാത്യ 5-ന്റെ 16. അതിൻ്റെ 18 ആത്മീയരെ ആത്മാവ് നയിക്കണം. ലീഡ്. ദേ ആർ ലെഡ് ബൈ ദി സ്പിരിറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ലെഡ് ബൈ ദി സ്പിരിറ്റ്, ലിവ് ബൈ ദി സ്പിരിറ്റ്, വാക്ക് ഇൻ ദി സ്പിരിറ്റ്. അವೆല്ലാം പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആത്മീയ ജീവിതം ഉള്ളവൻ. അവൻ ആത്മീയനാണ്. എന്നാൽ ആത്മീയ ജീവിതം നടക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തണം. എങ്ങനെ പരിശുദ്ധാത്മാവ് നടത്തുമെന്നുള്ളതാണ് വിഷയം. അവൻ ദൈവവചനത്തിലൂടെ നടക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ആത്മാവും ജീവനുമാകുന്നു. അപ്പം ഈ വചനം, ദൈവവചനം അനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതാണ് ആത്മീയ ജീവിതം എന്നും ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അപ്പസ്തോല പ്രവൃത്തികൾ 18-ാം അധ്യായം, നമുക്ക് അപ്പസ്തോലൻ പൗലോസിൻ്റെ മിഷണറി പ്രവർത്തനം പരിശോധിക്കാം. അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഈ കൊറിന്ത്യ സംസ്ഥാനത്തേക്ക്, ആ സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പസ്തോലനെ അയക്കുമ്പോൾ, അവിടെ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ എങ്ങനെ ചെയ്തു എന്ന് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുന്നുണ്ട്. എങ്ങനെ അല്ലായിരുന്നു എന്നും എങ്ങനെയാണ് എന്നും നമുക്ക് അവിടെ കാണാം. അപ്പോൾ ആ മിഷണറി പ്രവർത്തനം എങ്ങനെയായിരുന്നു, അവിടെ എന്താണ് പ്രസംഗിച്ചത്, എങ്ങനെയാണ് പ്രസംഗിച്ചത്, അതിൻ്റെ വിഷയവും അത് എങ്ങനെ ആണ് അവതരിപ്പിച്ചത് എന്നുള്ളതും വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നോട്ട് ഓൺലി ദി സബ്ജക്റ്റ്, ദി മെത്തേഡ് യൂസ്ഡ്. ഇന്നത്തെ നാമധേയ ക്രൈസ്തവരിലും പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്ത്, കരിസ്മാറ്റിക്, ഇവരുടെ രീതികളൊക്കെ നാം പഠിക്കുമ്പോൾ ഇത് രണ്ടിലും പറയുന്ന സത്യങ്ങളിലും അത് പറയുന്ന രീതിയും രണ്ടും ദൈവവചന പ്രകാരമല്ല. അതുകൊണ്ട് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. അതിന് നമുക്ക് വചനത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കും.
1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഞാൻ വായിക്കുകയാണ്. 1 മുതൽ 4 വരെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ. ഈ എഴുതുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ. അത് എപ്പോഴോ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ 18-ാം അധ്യായം, അപ്പോസ്തലർ 18-ാം അധ്യായത്തിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് ഇവിടെ വീണ്ടും ഓർപ്പിക്കുകയാണ്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ ആരംഭം, നമ്മളൊരു ക്രിസ്ത്യാനായി തീരുന്ന, നമ്മൾ വീണ്ടും ജനിക്കുന്ന ആ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അത് ശരിയല്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് പൊള്ളയായിരിക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് സുവിശേഷം എന്താണ്, യേശു ആരാണ്, അവിടെ ചെന്നിട്ട് കൊരിന്ത്യയിൽ ചെന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരുടെ ഇടയിലും ഗ്രീക്കുകാരിൽ നിന്ന് യഹൂദ ഭക്തന്മാരായിരുന്നവരും അവർ ദൈവഭക്തന്മാരായിരുന്നു. അവരോട് പറഞ്ഞു, യേശു ക്രിസ്തുവാണ്. ഈ ക്രിസ്തു മരിച്ചു, ക്രൂശിക്കപ്പെട്ടു. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ് ഇതിനെക്കുറിച്ച്, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്, ശ്രദ്ധിച്ച് കേട്ടാലും, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനം അല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് പൗലോസ് എന്ത് ചെയ്തു? ക്രിസ്തുവും ക്രിസ്തുവിന് ക്രൂശും അല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ച് അറിയാത്തവനായിട്ട് അവിടെ ചെന്നത്. കാരണമുണ്ട് അതിന്, നമ്മൾ പഠിക്കാൻ പോവുകയാണത്. എന്തുകൊണ്ടാണ് ഈ ജ്ഞാനത്തിൻ്റെ വൈഭവം കൂടാതെ വേറെ ഒന്നും അറിയാത്തവനായിട്ടാണ്, എന്നാൽ അറിയാവുന്ന ഒറ്റ വിഷയമുള്ളൂ, ദൈവത്തിൻ്റെ സാക്ഷ്യം ഉള്ളവനായിട്ട്. ആ സാക്ഷ്യം എന്തായിരുന്നു? യേശു ക്രിസ്തുവും അവൻ്റെ ക്രൂശുമരണവും. അതല്ലാതെ വേറൊരു വിഷയം അവിടെ അവൻ സംസാരിക്കാൻ ആഗ്രഹിച്ചില്ല. കാരണം അതുപോലത്തെ ഒരു സമൂഹത്തിലാണ് ദൈവം അവനെ അയച്ചത്. അതുകൊണ്ട് അവൻ വളരെ ശ്രദ്ധിച്ച്, അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഭയത്തോടും ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടി നിങ്ങളുടെ ഇരുന്നു. കാരണം എന്തെങ്കിലും അബദ്ധം പറ്റാൻ സാധ്യത കൂടുതലാണ്. കാരണം അതുപോലത്തെ ഒരു സംസ്കാരമായിരുന്നു ഈ കൊരിന്ത്യയിലുണ്ടായിരുന്നത്. വളരെ ഭീകരമായ ഒരു അവസ്ഥ, ആത്മീയമായിട്ട് പ്രാകൃതമായ ഒരു ജീവിത ശൈലി. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവരുടെ ഇടയിൽ പാർക്കുകയും അവരെ സുവിശേഷം അറിയിക്കുകയും ചെയ്തത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം, അവിടെയാണല്ലോ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ അവിടെ ചെല്ലുന്നത്. അതിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസിനോട് കർത്താവ് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പിന്നെ പഠിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഇത് ചരിത്ര പുസ്തകമാണ്, ഈ ചരിത്രത്തിൽ നടന്ന കാര്യമാണ്. അവിടെ 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഇവിടെ അതിൻ്റെ 9-ാം വാക്യത്തിൽ, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ മിണ്ടാതിരിക്കരുത്. ഒരു ദർശനത്തിൽ പൗലോസിന് ഈ ദർശനം കിട്ടി. അവിടെ കർത്താവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. എന്നിട്ട് 10-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ ദർശനത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട് എന്ന് അരുളി ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ കൊരിന്ത്യയിൽ, ആ പ്രദേശത്ത് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് ദൈവത്തിന് വേണ്ട ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരുമല്ല, വളരെ പേര് ഉണ്ട്, വളരെ ജനം ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇത് പറയാൻ കാരണം, ഇന്ന് പഠിച്ച് വാവിട്ട് പ്രസംഗിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള അവരുടെ സുവിശേഷം കേട്ട് അതിനോട് പ്രതികരിക്കാൻ ഇന്ന് മനസ്സില്ലാത്ത ഒരു
നാളുകളിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ കൊറിന്ത്യയിലേക്ക് പൗലോസ് കടന്നു ചെന്നപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, എനിക്ക് വേണ്ട ഒരുപാട് ജനം അവിടെയുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ദൈവത്താൽ അവർ ഒരുക്കപ്പെട്ടവരാണോ? അവർ ദൈവത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണോ? കാരണം ഈ പൗലോസ് അപ്പോസ്തലൻ ദൈവഭക്തന്മാരോടാണ് സുവിശേഷം അറിയിച്ചത്. അങ്ങനെ ഭക്തന്മാർ ഈ നാളുകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ സുവിശേഷത്തിന് വിലയില്ലാതായി തീർന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ്റെ ഈ മിഷൻ്റെ പ്രവർത്തനത്തിൽ ദൈവത്തിൻ്റെ ദൈവം എന്തുകൊണ്ട് അവനെ അയച്ചു, അവനോട് ഇങ്ങനെയുള്ള വെളിപാടുകൾ കൊടുത്തു, അവൻ എന്തുകൊണ്ട് ഭയഭക്തിയോടുകൂടി യേശുവും അവൻ്റെ ക്രൂശുമരണം അല്ലാതെ വേറെ ഒന്നും അറിയാത്തവനായി പാർത്ത് അവരോട് സുവിശേഷം അറിയുകയുണ്ടായത്. അത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും പ്രസംഗിച്ചു. സഭ സ്ഥാപിക്കപ്പെട്ടു. അവരാത്മീയരായിരുന്നു. എന്നാൽ അവരുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പാളിച്ചകളുണ്ടായി. ഇതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഈ വസ്തുതകൾ നമ്മൾ നിരത്തി വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് അതിൻ്റെ പശ്ചാത്തലമായി പഠിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ അയക്കുന്നതോടുള്ള ബന്ധത്തിൽ അത് പെന്തക്കോസ്ത് നാളിലാണ്. കർത്താവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, പിതാവിൻ്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിൽ ഇരുന്നു. അതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് വന്ന് ഈ അപ്പസ്തോലന്മാരിൽ നിറയുകയും അവർ പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കുകയും അവരെ മുദ്രയിടുകയും ചെയ്തു എന്ന് നമുക്ക് അറിയാം. അപ്പം ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഈ അപ്പസ്തോലന്മാരിലൂടെ ദൈവം ഒരുപാട് ദൈവിക മർമ്മങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പലതും മറച്ചു പറ്റാം. അതിൻ്റെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ അത് വെളിപ്പെടുത്തിയാണ്. എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് നോട്ട് റിവീൽഡ് ബട്ട് ഹിഡൻ ബട്ട് നൗ റിവീൽഡ്. അതാണ് ഈ മിസ്റ്ററി, മർമ്മം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ മറയ്ക്കപ്പെട്ട പല മർമ്മങ്ങളും സഭയോടുള്ള ബന്ധത്തിൽ അത് വ്യക്തമാക്കി നമുക്ക് നൽകിയാണ് ഉണ്ടായത്. അത് 1 കൊരിന്ത്യർ 2:7-10 വരെ വായിക്കുമ്പോൾ അതാണ് നമ്മൾ വായിച്ച വേദഭാഗം. എന്തുകൊണ്ടാണ് വായിക്കാൻ കാരണം? അവിടെ എഴുതിയിരിക്കുന്ന അത് നമ്മൾ ശ്രദ്ധിച്ചാൽ 2-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ അയച്ച ഇതിന് ശേഷം ഈ അപ്പസ്തോലന്മാരിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചു? ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി, നമ്മുടെ എന്ന് പറയുമ്പോൾ അത് സഭയുടെയാണ്. സഭ ആരംഭിക്കുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. സഭയുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അത് അവർക്കല്ല വെളിപ്പെടുത്തി കൊടുത്തത്. അത് വെളിപ്പെടുത്തി കൊടുത്തത് അപ്പസ്തോലന്മാർക്കാണ്. അവർ ഈ ലോകത്തിൻ്റെ പ്രഭു അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വ്യക്തമായി അറിയേണ്ട ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ദൈവിക വെളിപാടുകൾ ലഭിക്കുന്നത്. അത് ലഭിച്ചു, അത് പൂർത്തിയായി എന്നുള്ളതാണ് വേദപുസ്തകം. വെളിപാട് പുസ്തകം 22-ാം അധ്യായം രചിക്കപ്പെട്ടതോടുകൂടി ഈ വെളിപാടുകൾ നിലച്ചു. ഇനി നമ്മൾ ഉത്തരവാദിത്വം അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. ഇതാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് 1 കൊരിന്ത്യർ 2:7 മുതൽ 11 വരെ വാക്യങ്ങൾ വായിക്കാനുള്ള കാരണം അതായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തിരുവചന വായന അതായിരുന്നുവല്ലോ. അപ്പം അങ്ങനെയുള്ള ദൈവത്തിൻ്റെ മർമ്മങ്ങൾ മറഞ്ഞിരുന്നത് വെളിപ്പെടുത്തി തന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. സഭയ്ക്ക് എന്ത് സംഭവിക്കും? കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒരുപാട് ഭവനങ്ങളുണ്ട്, ഞാൻ പോയി എല്ലാം കഴിഞ്ഞ് വന്ന് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇതൊക്കെ മർമ്മമായി വെളിപ്പെടുത്തിയ ദൈവിക സത്യങ്ങളാണ്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവാണ്. ഇന്ന് പല സഭകളിലും വെറും യേശു യേശു എന്ന് പറയുന്ന സഭകളാണ്. അവൻ ക്രിസ്തു എന്ന് പറയാൻ അവർക്ക് മനസ്സില്ല. കാരണം അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല ദൈവം. യേശു യേശു, എത്രയോ യേശുക്കൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഈ നസ്രായനായ യേശു, ഇവനാണ് ക്രിസ്തു, അവനാണ് മശീഹ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ക്രിസ്തുവാണ്, ഈ യേശു എന്ന ക്രിസ്തു മശീഹായാണ് ക്രൂശിക്കപ്പെട്ടത്. അത് പാപപരിഹാരമായിരുന്നു. അതുപോലെ തന്നെ സുവിശേഷം എന്താണ്? അതിൻ്റെ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ബൈബിൾ ചർച്ച ആയതുകൊണ്ട് നമ്മൾ ബൈബിളിലെ കാര്യങ്ങളാണല്ലോ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ പറയുന്നതല്ല വിഷയം, സത്യം ദൈവവചനത്തിലാണ്. അത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ കൊരിന്ത്യർക്ക് എഴുതുകയാണ്, സ്നാനം കഴിപ്പവനല്ല സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്. അപ്പോൾ സ്നാനമാണോ പ്രധാനപ്പെട്ടത്? സുവിശേഷമാണോ പ്രധാനപ്പെട്ടത്? സുവിശേഷമാണ് പ്രധാനപ്പെട്ടത്. ക്രിസ്തു എന്നെ അയച്ചത് എന്തിനു വേണ്ടിയാണ്? സുവിശേഷം അറിയിപ്പാൻ. ക്രിസ്തുവിനെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടുകൂടെ അല്ലാതാൻ. യേശു ക്രിസ്തുവാണ് ക്രൂശിക്കപ്പെട്ടത്. അതാണ് സുവിശേഷം. അത് വാക്ചാതുര്യത്തോടുകൂടെ അല്ല പ്രസംഗിച്ചത്. അത് ആത്മാവിൻ്റെ ശക്തിയിലും ആത്മാവിൻ്റെ ശക്തിയിലും. എന്തുകൊണ്ട് വാക്ചാതുര്യത്തോടുകൂടി ചെയ്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് അല്പം നമ്മൾ ചില ചരിത്ര വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. ബാബേൽ കൊട്ടാരം പണിയാൻ ശ്രമിച്ച നിമ്രോദിൻ്റെ ഉത്തരവാദിത്തത്തിൽ അവനായിരുന്നു നേതാവ്. ദൈവത്തെ വെല്ലുവിളിച്ച് ഒരു വലിയ കൊട്ടാരം പണിയാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ദൈവം വന്ന് അവിടെ അവരെ ചിതറിക്കുന്നു. അവരെ ഭാഷയിൽ കൊണ്ടും കുലങ്ങളായിട്ടും അവർക്ക് പ്രദേശങ്ങളും കൊടുത്ത് അവരെ വിഭാഗിച്ച് പറഞ്ഞയക്കുകയാണ്. അപ്പം അന്ന് മുതൽ മനുഷ്യൻ്റെ ജ്ഞാനം, ഈ ലോകത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്ന ജ്ഞാനമുള്ളവരായിരുന്നു അവർ. അതുമാത്രമല്ല, അവർ ഈ ലോകത്തിൽ ഒരുപാട് തത്വശാസ്ത്രങ്ങളുണ്ടാക്കി. അപ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനം അല്ല പൗലോസും പത്രോസും ഒക്കെ പ്രസംഗിച്ചത്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. എന്നാൽ ഈ ബാബേലിന് തുടർന്നുണ്ടായ ഈ ലോകത്തിലെ മനുഷ്യർ അവർ ലോകത്തിൻ്റെ ജ്ഞാനം ഉള്ളവരായിരുന്നു. കാരണം ഒരു പ്രാകൃത മനുഷ്യനായിരുന്നു. അവർക്ക് ആത്മീയമായി വിവേചിക്കേണ്ടായിരുന്നെങ്കിലും ആത്മാവില്ലാത്തതുകൊണ്ട് അതൊന്നും സാധ്യമായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും ദൈവം അബ്രഹാമിനെ വിളിച്ച് ഒരു രാഷ്ട്രമാക്കി തീർത്തത്, തന്നെ ഇസ്രായേൽ. അവർ പോലും അത് തെറ്റിപ്പോയി എന്നുള്ളതും വളരെ നമുക്ക് ദുഃഖം നൽകുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ ഈ ബാബേൽ കൊട്ടാരം മുതൽ ഒരുപാട് ഈ ലോകത്തിൻ്റെ ജ്ഞാനം, കെട്ടുകഥകൾ, അതുപോലെ തന്നെ സങ്കല്പ കഥകൾ, നിഗൂഢ തത്വങ്ങൾ, നിഗൂഢ മതങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ബാബേൽ മുതൽ AD 51 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിൽ ഗ്രീസും റോമും ഉൾപ്പെട്ട അവരുടെ മധ്യത്തിൽ ഒരുപാട് ഇങ്ങനെയുള്ള നിഗൂഢ മതങ്ങളും തത്വശാസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. അവരുപയോഗിച്ചിരുന്ന രീതിയാണ് നമ്മളിവിടെ പറയുന്ന ജ്ഞാനവൈഭവം.
ഒരു ഭയങ്കര അറിവുള്ളവരായിട്ട്. നമുക്കറിയാം ഏതൻസിൽ പോയ പൗലോസ് അതിൻ്റെ 17-ാം അധ്യായം വായിക്കും. അപ്പോസ്തലർ 17 നിങ്ങൾ വായിച്ചു നോക്കും. അവിടെ എത്ര തരത്തിലുള്ള ഫിലോസഫി, തത്വശാസ്ത്രികളാണ്. അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതാണ്. അവരുടെ തത്വശാസ്ത്രത്തിലെ അവരുടെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ യേശു ക്രിസ്തുവിനെയും കൂട്ടി. അതാണ് ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയ്ക്ക് സംഭവിച്ച കാര്യം. ഒരു വാസ്തവമായ ദൈവത്തിലേക്ക് തിരിയാതിരിക്കാനുള്ള കാരണം അതാണ്. അപ്പം അങ്ങനെ ഈ കൊറിന്ത്യയിൽ ഇപ്രകാരമുള്ള ജ്ഞാന വൈഭവവും തത്വശാസ്ത്രവും ലോകത്തിൻ്റെ ജ്ഞാനവുമുള്ള ഒരു സമൂഹവും ഒരു കൾച്ചറും ഒരു സമൂഹവും അവരുടെ സംസ്കാരവുമായിരുന്നു. അവിടേക്കാണ് ദൈവം തൻ്റെ അപ്പസ്തോലനായ പൗലോസിനെ അയക്കുന്നത്. അതുകൊണ്ട് ഇതറിയാവുന്ന പൗലോസ് വളരെ നിർബന്ധപൂർവം അവൻ വലിയ തത്വശാസ്ത്രിയും വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. കാരണം റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം വായിക്കുമ്പോഴെല്ലാം നമുക്കറിയാം അവൻ്റെ ദൈവിക ജ്ഞാനം എത്രയോ അത്ഭുതകരമായിരുന്നു നമുക്കറിയാം. എന്നാൽ അതിനൊന്നും ആ വൈഭവം ഒന്നും കാണിക്കാതെ വളരെ സിമ്പിളായിട്ട് യേശു ക്രിസ്തുവാണ്, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് അവർ വിശ്വസിച്ചു. അവർക്ക് ആത്മാവ് ലഭിച്ചു, ഒരു ആത്മീയരായി തീർന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇങ്ങനെയുള്ള ആ മധ്യത്തിലേക്ക് ദൈവം പൗലോസിനെ അയക്കുകയാണ്. ഇതിനെക്കുറിച്ച് 6-ാം അധ്യായത്തിലേക്ക് ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ മെസ്സേജ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ ഈ സംഭവത്തെക്കുറിച്ച്, ഈ അവരുടെ സ്വഭാവത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പൗലോസ് പ്രതിപാദിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ഈ 11-ാം നമ്മൾ വായിക്കുമ്പോൾ ആറാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കൊറിന്തിയ സഭയിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയുകയാണ്. അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു ആരും സഹോദരന്മാർക്ക് തന്നെ എന്ന് പറഞ്ഞ് സഭയിൽ ഉള്ള സഹോദരന്മാർ തമ്മിൽ പ്രശ്നങ്ങളാണ്. ഒരു കോടതിയിൽ കൊണ്ടുപോകുന്നു, ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ആത്മീയ ജീവിതം വളരെ തകർച്ചയിലായിരുന്നു എന്ന് നമുക്ക് അറിയാം. അവർക്ക് എഴുതുകയാണ് അതിൻ്റെ 9-ാം വാക്യത്തിൽ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയല്ലേ എന്നും അറിയുന്നില്ലയോ. അന്യായം ചെയ്യരുത്. അന്യായം ചെയ്യുന്ന ദൈവരാജ്യം അവകാശമാക്കിയാൽ അവകാശം നഷ്ടപ്പെടാം. നിങ്ങൾ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പം ഇത് ഈ പാപങ്ങളെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ഈ കൊറിന്ത്യ സഭയിലെ കൊറിന്ത്യ പ്രദേശത്തെ സംസ്കാരം എങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവികമായ നിയമങ്ങളോ അവരുടെ ഒരു മൊറാലിറ്റിയോ ധാർമ്മികതയോ ഒന്നുമില്ലാത്ത ഏറ്റവും അധപ്പതിച്ച ഒരു സംസ്കാരമായിരുന്നു കൊറിന്ത്യ സംസ്കാരം. അത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, തുറന്ന് വായിക്കുമ്പോഴാണ് അതിന് 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും എന്ന് പറഞ്ഞ ഈ സ്വഭാവമുള്ള വ്യക്തികളെയാണ് പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷം കേട്ട് അവർ ആത്മീയരായിത്തീരുന്നത്. എല്ലാവരും കൊറിന്ത്യയിലുള്ള അങ്ങനെയായിരുന്നു പറയുന്നില്ല. കാരണം കൊറിന്ത്യയിൽ ഭക്തന്മാരുണ്ടായിരുന്നു, ദൈവ ഭക്തന്മാരുണ്ടായിരുന്നു. അവർ പറയുകയാണ്, എങ്കിലും നിങ്ങളിങ്ങനെയുള്ളവരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് കൊരിന്ത്യ സഭ. ഇത് ഇവർ ആത്മീയരല്ല എങ്കിൽ പിന്നെ എന്തോന്ന്? തീർച്ചയായിട്ടും 100% ആത്മീയരായിരുന്നു. എന്നാൽ ആത്മീയ ജീവിതം അത് വളരെ തകർച്ചയിലാണ്. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട്, രക്ഷിക്കപ്പെടാൻ എളുപ്പമാണ്,
കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. എന്നാൽ ആത്മാവിനെ ലഭിച്ച് ഈ ആത്മാവിൽ ജീവിക്കാൻ, ആത്മാവിൻ്റെ പ്രേരണയിൽ ജീവിക്കാൻ, ആത്മാവിൽ നടക്കാൻ, ദൈവവചനപ്രകാരം ജീവിക്കാൻ അത് വളരെ ദുഷ്കരമായ പ്രവൃത്തി. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ആ ഒരു വലിയ കൃപ തന്നെ ഈ ഒരു ആത്മീയ ജീവിതത്തിന് ആവശ്യമാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നാം ഇവിടെ ഇന്നത്തെ മെസ്സേജ്, ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ അതിനെ സംക്ഷേപം ആക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാവരും ദൈവവചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അത് സത്യമാണ്. ഈ സത്യമാണ് നമ്മളെ സ്വതന്ത്രരാക്കേണ്ടത്. സുവിശേഷം മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആത്മീയൻ ആകയാൽ, യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ആത്മീയനാണ്. ആത്മീയനാകയാൽ ഈ പരിശുദ്ധാത്മാവിൽ നാം ജീവിക്കുക. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗ്ഗപിതാവായ ദൈവമേ, കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സത്യം അറിയുവാനും സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കുവാനും കർത്താവ് ഇടയാക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കേട്ട വചനം വിശ്വാസമായി പരിണമിക്കണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം. നന്ദി. താങ്ക് യു വെരി മച്ച്.